നമസ്കാരം. കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പ്രക്രിയ സുഗമമായി നടക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്ത. ജനാധിപത്യത്തിൽ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലൂടെ കേരളം കടന്നുപോകുന്നു. കേരളം ഉൾപ്പെടെ തമിഴ്നാടും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് വളരെ സുഗമമായി പുരോഗമിക്കുന്നു. എല്ലാ മുന്നണികളിലുമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ക്യൂ എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയും തന്നെ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. 1203 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഏതാണ്ട് 2,60,00,000 സമ്മതിദായകർ ഇന്ന് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് തുടങ്ങി. എല്ലായിടത്തും ആവശ്യത്തിനുള്ള തിരക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയും തന്നെ പ്രശ്നങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സുഗമമായ രീതിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ആദ്യ മണിക്കൂറുകളിൽ. വോട്ടെടുപ്പിന്റെ തത്സമയ ചിത്രങ്ങളാണ് വിവിധ ബ്യൂറോകൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിന്റെ തത്സമയ ചിത്രം നമുക്ക് കാണാം. ആദ്യം കോഴിക്കോട്ട് നിന്നും ഷുക്കൂർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായിട്ട്. ഇപ്പോൾ ഷുക്കൂർ എവിടെയാണ് നിൽക്കുന്നത്? ഏത് പോളിംഗ് ബൂത്തിന് മുന്നിലാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തിരക്കുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ? ഗോപി, വളരെ ശക്തമായ ഒരു പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ നടക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ എടുക്കുകയാണെങ്കിൽ മലയോര മേഖലയിലാണ് വലിയ ക്യൂ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ദൃശ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ രാവിലെ സങ്കടകരമായ ഒരു വാർത്ത കൂടി നൽകാനുണ്ട്. പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വൃദ്ധൻ പോളിംഗ് ബൂത്തിൽ ക്യൂവിൽ നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. പാറാട്ടുപാറ സ്വദേശി കുഞ്ഞബ്ദുള്ള ഹാജിയാണ് മരിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, നാദാപുരം കുമ്മങ്കോട് MLP സ്കൂളിലെ 158 നമ്പർ ബൂത്തിൽ അരമണിക്കൂർ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. ബാലുശ്ശേരി, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം എന്നീ മണ്ഡലങ്ങളിലെ ഏതാനും പോളിംഗ് യന്ത്രങ്ങൾ തകരാറിലായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് അരമണിക്കൂറിനകം തന്നെ മാറ്റി സ്ഥാപിച്ച് അവിടെയെല്ലാം ഇപ്പോൾ പോളിംഗ് സാധാരണ രീതിയിൽ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായും സജ്ജമാണ് എന്ന് തന്നെ പറയാം. എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഏതാനും മിനിറ്റുകൾക്ക് തന്നെ അവിടെ എത്തിച്ച് കാര്യങ്ങൾ സാധാരണ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നേരത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി നടക്കുന്നു എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലബാർ മേഖലയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രത്യേകിച്ച് നാദാപുരം, കണ്ണൂർ മേഖലകളിൽ വലിയ തോതിലുള്ള പോലീസ് കേന്ദ്ര സേനകളുടെ സാന്നിധ്യമുണ്ട്. അവിടെയെല്ലാം ഇതുവരെയും സംഘർഷമോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വലിയ ശക്തമായ മത്സരം നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഉദുമ, കണ്ണൂരിലെ അഴീക്കോട്, അതുപോലെ തന്നെ കൂത്തുപറമ്പ്, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി, നാദാപുരം ഈ മണ്ഡലങ്ങളിലെല്ലാം പോലീസ് വലിയ തോതിലുള്ള ജാഗ്രത പുലർത്തുന്നു. രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മന്ത്രി MK മുനീർ കോഴിക്കോട് അല്പം മുമ്പ് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ 8 മന്ത്രിമാർ മത്സരിക്കുന്ന ഒരു മേഖലയാണ് മലബാർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മലബാർ മേഖലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കാര്യമായ തിരക്കുണ്ട്. രാവിലെ മുതൽ തന്നെ എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിന്ന ഒരു വൃദ്ധൻ കുഴഞ്ഞു വീണു മരിച്ചു പേരാമ്പ്രയിൽ എന്ന വിവരം ഷുക്കൂർ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വോട്ടെടുപ്പിന്റെ ചിത്രം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും നല്ല ക്യൂ കാണാൻ കഴിയുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്ന് സനൂപ് ശശിധരൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട്. സനൂപ്, തൃപ്പൂണിത്തുറയിലെ പോളിംഗ് ബൂത്തുകളിൽ എത്രമാത്രം തിരക്കുണ്ട്? പ്രമുഖരാരെല്ലാം വന്ന് വോട്ട് രേഖപ്പെടുത്തി? AK ആന്റണി, MM ഹസൻ പതിവ് തെറ്റിക്കാതെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. AK ആന്റണിയും MM ഹസനൊപ്പം കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. AK ആന്റണി, VS ശിവകുമാർ, MM ഹസൻ സകുടുംബം അവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. AK ആന്റണി അടക്കമുള്ളവർ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. എല്ലായിടത്തും തന്നെ പോളിംഗ് സുഗമമായി പുരോഗമിക്കുന്നുണ്ട്. എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ് പോളിംഗ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. AK ആന്റണി, VS ശിവകുമാർ, MM ഹസൻ എന്നിവർ
കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അസ്ലമുണ്ട്. അസ്ലം, വിവരങ്ങൾ തരൂ. തിരുവനന്തപുരം മണ്ഡലത്തിലെ ജഗതി വാർഡിലുള്ള ജഗതി ഗവൺമെന്റ് GHS സ്കൂളിലാണ് AK ആന്റണി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും അദ്ദേഹത്തിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ KPC വൈസ് പ്രസിഡന്റ് MM ഹസനും അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. സ്ഥിരമായി ജഗതി GHSൽ തന്നെയാണ് AK ആന്റണി സ്ഥിരമായി എല്ലാ ദിവസവും എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ എത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. 79 നമ്പർ ബൂത്താണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ ബൂത്തിൽ ഒരു പക്ഷേ മറ്റ് ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിനും MM ഹസനും ഒക്കെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ ആദ്യ സമയത്ത് തന്നെ വന്ന് വോട്ട് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചൊരു അഭിപ്രായം പറയുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പതിവ് തന്നെയാണ്. അത് തന്നെയാണ് ദൃശ്യമാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ള സന്നാഹം ഈ വോട്ടെടുപ്പ് കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഒരു പക്ഷേ അദ്ദേഹം വോട്ടെടുപ്പിന് ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം സ്ലിപ്പ് കൊടുത്ത് അകത്തേക്ക് കയറുന്ന ഒരു ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ പോലും AK ആന്റണി ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ വോട്ടർ എന്ന് പറയാം. അതോടൊപ്പം തന്നെ KPC പ്രസിഡന്റ് VM സുധീരൻ, മന്ത്രിമാരായ VS ശിവകുമാർ ഉൾപ്പെടെയുള്ള ഒരു നിര കോൺഗ്രസിലും LDF MA ബേബി, പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി ഉൾപ്പെടുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, രാജഗോപാൽ തുടങ്ങിയ ഒരു നേതൃനിര BJPക്കും തിരുവനന്തപുരത്തെ വോട്ടർമാരായി ഉണ്ട്. അവരെല്ലാം തന്നെ രാവിലെ അവരവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തി. രണ്ടുപേരും കുമ്മനം രാജശേഖരൻ രാജഗോപാലും രേഖപ്പെടുത്തി കഴിഞ്ഞു. AK ആന്റണി ഇപ്പോൾ ഉടൻ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം രേഖപ്പെടുത്തും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം കാലാവസ്ഥ രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ AK ആന്റണി ജഗതിയിലെ അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. AK ആന്റണി വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ AK ആന്റണി അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാനാണ് സാധ്യത. പതിവ് തെറ്റിക്കാതെ അദ്ദേഹം MM ഹസനൊപ്പമാണ് എത്തിയിരിക്കുന്നത്. സകുടുംബം AK ആന്റണി ജഗതിയിലെ പോളിംഗ് ബൂത്തിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നു. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. AK ആന്റണി വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്നു. പുറത്ത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പുറത്ത് AK ആന്റണിയുടെ പ്രതികരണത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. AK ആന്റണി തിരുവനന്തപുരത്തെ ജഗതിയിൽ പോളിംഗ് സ്റ്റേഷനിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും. AK ആന്റണി വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്നു. തിരുവനന്തപുരത്തെ ജഗതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സംസ്ഥാനത്ത് എല്ലായിടത്തും 140 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. എല്ലായിടത്തും സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കനത്ത സുരക്ഷയ്ക്ക് നടുവിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രശ്ന സാധ്യത ബൂത്തുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് വടക്കൻ മേഖലകളിലാണ്. ഒരിടത്തും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ നല്ല പ്രതികരണമാണ്. AK ആന്റണിയും ഭാര്യ എലിസബത്തും VS ശിവകുമാറും MM ഹസനും അവർ വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം ചൂണ്ടുവിരൽ കാണിച്ച് വോട്ട് രേഖപ്പെടുത്തിയതിന്റെ അടയാളം മാധ്യമങ്ങൾക്ക് കാണിച്ച ശേഷം ഇനി AK ആന്റണിയുടെ പ്രതികരണം ഉണ്ടാകും. ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവർ AK ആന്റണിയുടെ പ്രതികരണത്തിനായി പോളിംഗ് ബൂത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. AK ആന്റണി, MM ഹസൻ, AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത്, VS ശിവകുമാർ എന്നിവർ വോട്ട് രേഖപ്പെടുത്തി പുറത്ത് നിൽക്കുന്നു. തിരുവനന്തപുരം ജഗതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. തിരുവനന്തപുരത്തെ ജഗതിയിൽ
എ കെ ആന്റണി അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കും. ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവർ എ കെ ആന്റണിയുടെ പ്രതികരണത്തിനായി പോളിംഗ് ബൂത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എ കെ ആന്റണി, എം ഹസൻ, VS ശിവകുമാർ, എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് എന്നിവർ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. ജഗതിയിലെ പോളിംഗ് ബൂത്തിൽ പതിവ് തെറ്റിക്കാതെ എം ഹസനൊപ്പമാണ് എ കെ ആന്റണി ഇത്തവണയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. എ കെ ആന്റണിയുടെ ആദ്യ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. എ കെ ആന്റണി, എം ഹസൻ, VS ശിവകുമാർ എന്നിവർ വോട്ട് രേഖപ്പെടുത്തി ജഗതിയിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കാം. അദ്ദേഹം പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു മാധ്യമങ്ങളോട്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള ആദ്യ പ്രതികരണം നൽകും. മാധ്യമപ്രവർത്തകരോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നു എ കെ ആന്റണി. നിമിഷങ്ങൾക്കകം തന്നെ എ കെ ആന്റണിയുടെ പ്രതികരണം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്നത് എ കെ ആന്റണി വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരുന്നതും മറുഭാഗത്ത് രമേശ് ചെന്നിത്തല വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിന്റെ നേരത്തെയുള്ള ദൃശ്യങ്ങൾ. രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് കാണാം. എ കെ ആന്റണി ജഗതിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ എല്ലായിടത്തും തന്നെ സമാധാനപരമായാണ് ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തികച്ചും സമാധാനപരമായി, അതോടൊപ്പം തന്നെ വലിയ ആവേശത്തോടുകൂടി ജനങ്ങൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്നതിൻ്റെ ചിത്രങ്ങളാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ ഒരു കനത്ത മഴയുടെ സാധ്യത പ്രവചിച്ചിരുന്നു. തെക്കൻ ജില്ലകളിൽ നല്ല മഴ തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ അലോസരമുണ്ടാക്കുന്നില്ല വോട്ടർമാർക്ക് എന്നാണ് ഏറ്റവും പുതിയ വിവരം. എ കെ ആന്റണി, VS ശിവകുമാർ, എം ഹസൻ എന്നിവർ വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരുന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകും. എ കെ ആന്റണി സംസാരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞാൻ ഇത്തവണ കുടുംബസമേതം വോട്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞാൻ ഇത്തവണ കുടുംബസമേതം വോട്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ കൂടെ അടുത്ത കേരള നിയമസഭയിൽ തീർച്ചയായും ഉണ്ടാകുന്ന 2 MLA-മാരുടെ കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യത്തെ ഭാഗ്യമാണ് ഇങ്ങനെ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ഇത്തവണ ഒരു പുതിയ ചരിത്രമുണ്ടാകാൻ പോവുകയാണ്. ഇതിനു മുമ്പുള്ള കേരളത്തിന്റെ ചരിത്രം 5 വർഷം ഒരു മുന്നണി, പിന്നത്തെ 5 വർഷം വേറൊരു മുന്നണി എന്നുള്ളതാണ്. ആ ചരിത്രം കേരളത്തിൽ ആദ്യമായി തിരുത്തി കുറിക്കാൻ പോകുന്നു. UDF-ന്റെ വിജയം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. UDF ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് വീണ്ടും ഭരണത്തിലേക്ക് വരും. ഇടതുപക്ഷ മുന്നണി അടുത്ത 5 വർഷം കൂടി പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കും. BJP ഇത്തവണയും പ്രധാനമന്ത്രി അടക്കം ഇവിടെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടെങ്കിലും ഇത്തവണയും അവർ അസംബ്ലിക്കകത്ത് കയറുക അസാധ്യമാണ്. അക്കൗണ്ട് തുറക്കത്തില്ല. ഇത്തവണത്തെ കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് അക്രമത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള വോട്ടായിരിക്കും. സമാധാനത്തിനും മതമൈത്രിക്കും പുരോഗതിക്കുള്ള വോട്ടായിരിക്കും. ആ വോട്ടുകളെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അനുകൂലമായി ഞങ്ങളുടെ ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തും. ഇതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞങ്ങളെ സഹായിക്കുന്ന കേരളത്തിലെ ജനാധിപത്യ മതേതര വോട്ടർമാരോടെല്ലാം ഞാൻ എൻ്റെ പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ താങ്കൾ 50-50 ചാൻസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആദ്യത്തെ റൗണ്ടിൽ അങ്ങനെയായിരുന്നു. പക്ഷെ അവസാന റൗണ്ട് ഉണ്ടല്ലോ, അവസാനത്തെ ഒരാഴ്ച UDF അതിവേഗം മുന്നിൽ കയറി. കാരണം ഞങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ടായി. അതിവേഗമുള്ള മുന്നേറ്റം. ഒന്ന്, അക്രമരാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് പകൽ പോലെ ആളുകൾക്ക് ബോധ്യപ്പെടുന്നതിനുള്ള സംഭവ പരമ്പരകളുണ്ടായി.
ഏറ്റവും ഒടുവിൽ വടകരയിലെ സ്ഥാനാർത്ഥിയായ KK രമയെപ്പോലും ആക്രമിച്ച സംഭവം. BJPക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയത് പ്രധാനമന്ത്രിയുടെ ഈ തിരുവനന്തപുരം പ്രസംഗമാണ്. കേരളത്തിലെ ജനങ്ങളെ, ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമായ കേരളീയരെ മുഴുവൻ കടൽ കൊള്ളക്കാരുടെയും അതുപോലെ തന്നെ പട്ടിണിപ്പാവങ്ങളുടെയും നാടായ സൊമാലിയോട് ഉപമിക്കുകയും പിന്നീട് അടുത്ത ദിവസം കേരളത്തിൽ വന്നപ്പോൾ തിരുത്താനുള്ള അവസരം തിരുത്താതിരിക്കുകയും ചെയ്തതോടുകൂടി അത് കേരളത്തിലെ ജനങ്ങളുടെ, ലോകമാസകലുള്ള മലയാളികളുടെ, കേരളീയരുടെ സ്വകാര്യമായ അഭിമാനത്തെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം പ്രസംഗം ചോദ്യം ചെയ്തു. അത് മലയാളികൾ വളരെ ആത്മാഭിമാനമുള്ളവരാണ്, കേരളീയർ വളരെ അഭിമാനമുള്ളവരാണ്. കേരളീയരുടെ സ്വകാര്യമായ അഭിമാനത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി അവരുടെ അഭിമാനത്തിന് വിടവുണ്ടാക്കി. അതൊരു ഇലക്ഷനിൽ തിരിച്ചടിയാകും. BJPക്ക് അവസാനമായി പ്രധാനമന്ത്രിയുടെ പ്രസംഗം വളരെ തിരിച്ചടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവസാനമായി KK രമയെ ആക്രമിച്ച സംഭവം അവർക്കും വലിയ നഷ്ടമുണ്ടാക്കിയെന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും UDF വിജയം ഉറപ്പ്, സുനിശ്ചിതം, സംശയരഹിതമായി ഞാൻ പറയുന്നു. എന്റെ കൂടെ ഉള്ളത് വിജയിക്കാൻ പോകുന്ന 2 സ്ഥാനാർത്ഥികൾ, അടുത്ത അസംബ്ലിയിൽ ജയിച്ച് MLA വരാൻ പോകുന്ന 2 സ്ഥാനാർത്ഥികളാണ് എന്റെ ഇടതും വലതും ഉള്ളത്. അതെനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കിട്ടിയതിനേക്കാൾ സീറ്റ് കുറയും. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഇത്തവണയും സീറ്റൊന്നും കിട്ടില്ല. ഇതാണ് എന്റെ വിലയിരുത്തൽ. പ്രതികരണമാണ് നമ്മൾ കണ്ടത്. സമാധാനത്തിനും മതമൈത്രിക്കും പുരോഗതിക്കുമുള്ള വോട്ടാണ് കേരളം രേഖപ്പെടുത്താൻ പോകുന്നതെന്നാണ് AK ആന്റണി പറഞ്ഞത്. 5 വർഷം മാറി മാറി ഭരിക്കുന്നുവെന്ന കേരളത്തിന്റെ ഇതുവരെയുള്ള പതിവ് തെറ്റാൻ പോകുന്നു. കേരളം ഒരു പുതിയ ചരിത്രം രചിക്കാൻ പോകുന്നുവെന്നാണ് AK ആന്റണി ജഗതിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം AK ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞത്. വരും മണിക്കൂറുകൾ വളരെ വളരെ നിർണായകമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു പോളിംഗ് ശതമാനം ഇത്തവണ കേരളം രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണാനുള്ളത്. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ വളരെ നല്ല പ്രതികരണം പോളിംഗിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കണക്കനുസരിച്ച് 5.5% കേരളത്തിൽ ആദ്യ 1 മണിക്കൂറിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് വടക്കൻ ജില്ലകളിൽ 7.5% ഏതായാലും വരും മണിക്കൂറുകൾ വളരെ വളരെ നിർണായകമാണ്. കനത്ത മഴ തുടക്കത്തിൽ തെക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് കാര്യമായി ഇത്തവണ പോളിംഗിനെ ബാധിക്കാൻ പോകുന്നില്ല. മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. മഴ ആരെയും അലോസരപ്പെടുത്താതെ ഇപ്പോൾ വോട്ടർമാർക്ക് സുഗമമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരിടത്തും തന്നെ അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ വോട്ടിന്റെ പരിപൂർണമായ ചിത്രം, വോട്ടെടുപ്പിന്റെ പരിപൂർണമായ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുണ്ടാകും. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രമുഖർ പലയിടങ്ങളിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും തന്നെ വോട്ടർമാർ വലിയ രീതിയിൽ എത്തിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്നു. ഓരോ മണ്ഡലങ്ങളിലും ഓരോ ജില്ലകളിലും ഉണ്ടാകുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ്, എത്ര പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തുന്നത്, ഏതൊക്കെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി, എന്താണ് അവരുടെ ആദ്യ പ്രതികരണങ്ങൾ എന്നെല്ലാം വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പോളിംഗ് പുരോഗമിക്കുന്നു. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പിൽ എല്ലായിടത്തും തന്നെ വളരെ നല്ല പ്രതികരണം തുടക്കത്തിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ആദ്യ 1 മണിക്കൂറിൽ 5.5% കേരളത്തിലെ പോളിംഗ്. ആദ്യ 1 മണിക്കൂറിൽ വടക്കൻ ജില്ലകളിൽ അത് 7.5%. എല്ലായിടത്തും തന്നെ സമാധാനപരമായാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. പ്രമുഖരായ പലരും തന്നെ ഇതിനകം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് AK ആന്റണിയുടെ പ്രതികരണമാണ്. 5 വർഷം മാറി മാറി ഭരിക്കുന്ന കേരളത്തിന്റെ പതിവ് രീതിയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ പോകുന്നു. കേരളം ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് AK ആന്റണി ജഗതിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനി നമുക്ക് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മാത്രമല്ല ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും രാവിലെ തന്നെ വന്ന് അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചി പനമ്പള്ളി നഗറിലെ സ്കൂളിലാണ് മമ്മൂട്ടിയുടെ മകനും യുവതാരവുമായ ദുൽഖർ സൽമാൻ വോട്ട് രേഖപ്പെടുത്തിയത്. ദുൽഖർ സൽമാനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ലിജോ ഉണ്ട്. ദുൽഖർ സൽമാൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. പനമ്പള്ളി നഗറിലാണ് ദുൽഖർ സൽമാൻ വോട്ട് രേഖപ്പെടുത്തിയത്. വളരെ പെട്ടെന്ന് ആ ദൃശ്യങ്ങളിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരികയും ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ പനമ്പള്ളി നഗർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം വോട്ടർമാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രാവിലെ ചെറിയ തോതിലുള്ള മഴയുണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ വോട്ടർമാർ എത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമുക്ക് വരികളിൽ കാണാം ധാരാളം ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 7% പോളിംഗ് ആയി ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഏതായാലും വലിയ നിര തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. മലയാളികളുടെ പ്രിയ താരം യുവനടൻ ദുൽഖർ സൽമാൻ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ആദ്യ വോട്ടാണ് എങ്ങനെ? ഇതിനു മുമ്പ് ചെന്നൈയിലായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്കിവിടെ വോട്ടിംഗ് ലിസ്റ്റിലായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി. ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു എല്ലാ യുവാക്കളും യങ്സ്റ്റേഴ്സ് എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. അത് എൻകറേജ് ചെയ്യാനും കൂടുതലായിട്ടാണ് ഞാൻ വെളുപ്പിനെ വന്നത്. എന്താണൊരു പ്രതീക്ഷ? എങ്ങനെയാണ് ഒരു ഈ വോട്ടിംഗ് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും? എന്തിനൊക്കെ പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിലുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് പുറത്തു വരാൻ താല്പര്യമില്ല. ദുൽഖർ സൽമാൻ അടക്കം അല്പസമയത്തിനകം മമ്മൂട്ടി ഇവിടെ വോട്ട് ചെയ്യാനെത്തും. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവരിവിടെ അല്പസമയം മുമ്പ് വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ഇത്തരത്തിൽ VIP-കൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് പനമ്പള്ളി നഗറിലെ ഈ ബോയ്സ് ഹൈസ്കൂൾ. പനമ്പള്ളി നഗർ ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ ദുൽഖർ സൽമാനുമായി ഞങ്ങളുടെ പ്രതിനിധി ലിജോ വർഗീസ് സംസാരിക്കുകയായിരുന്നു. കേരളത്തിന്റെ എല്ലാ 140 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പിൽ വളരെ നല്ല രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന വാർത്ത, കൊച്ചിയിൽ കനത്ത മഴ തുടരുകയാണ്. അത് പോളിംഗ് ഒരല്പം മന്ദഗതിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ പ്രവചിച്ചിരുന്നു. തെക്കൻ ജില്ലകളിലും നേരത്തെ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ കാര്യമായ മഴ ഇല്ല എന്നാണ് കിട്ടുന്ന വിവരം. എല്ലാ ഇടങ്ങളിലും തന്നെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. നമുക്ക് ഓരോരോ ജില്ലകളിലായി അതാത് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ഏത് രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് കോട്ടയം ജില്ലയിലേക്ക് പോകാം. കോട്ടയത്ത് ഞങ്ങളുടെ പ്രതിനിധി ആൽവിൻ ടൗൺ LP സ്കൂളിന് മുന്നിൽ ഉണ്ട്. ആൽവിൻ, കോട്ടയത്ത് ഏത് രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ടോ പോളിംഗ് ബൂത്തുകളിൽ? ഏതൊക്കെ പ്രമുഖർ വന്ന് വോട്ട് രേഖപ്പെടുത്തി? എന്താണ് വിശദാംശങ്ങൾ ആൽവിൻ? ഗോപികൃഷ്ണൻ, രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ നീണ്ട ക്യൂ ആണ്. എന്നാൽ മഴ ചെറിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. എങ്കിൽ പോലും വോട്ടർമാർ ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് പല ബൂത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ ലഭിച്ചത്. കോട്ടയം ജില്ലയുടെ തന്നെ എല്ലാ ബൂത്തുകളിലും ഇത്തരം തന്നെ കാഴ്ചകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രമുഖരൊക്കെയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പസമയം മുമ്പാണ് വോട്ട് ചെയ്ത് ഇവിടുന്ന് പോയത്. ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലായിരുന്നു അദ്ദേഹം വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. 81-ാം നമ്പർ ബൂത്തിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വലിയ ശുഭാപ്തി വിശ്വാസമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 9:30 മണിയോടുകൂടി പുതുപ്പള്ളി സെന്റ് ജോർജ് ഗ്രിഗോറിയൻ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും. KM മാണി അല്പസമയത്തിനകം തന്നെ പാലായിൽ സെന്റ് തോമസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ PC ജോർജ് ഇത്തവണ കൊടിയോട് നിറമില്ലാതെയാണ് അദ്ദേഹം മത്സരത്തിനിറങ്ങുന്നത് പൂഞ്ഞാറിൽ. അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തും. LDF കൺവീനർ വൈക്കം വിശ്വൻ അല്പസമയത്തിനകം കുടയമ്പടിയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമുക്കറിയുന്നത്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിടനാട്, പാലാ മണ്ഡലത്തിലെ തിടനാടും പള്ളിക്കത്തോട്, പുതുപ്പള്ളി മണ്ഡലത്തിലെ പള്ളിക്കത്തോട് രണ്ടിടങ്ങളിലായി 2 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന് ചില കംപ്ലയിന്റ് ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചു വരികയാണ്. അതിനായി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടെയുണ്ട്. പാർട്ടിയുടെ അണികൾ അവിടെ ചില ബഹളം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ പോലും അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അല്പസമയത്തിന് തന്നെ അവിടെ വോട്ടിംഗ് തുടരുമെന്നാണ് നമുക്കറിയുന്ന വിവരം. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മഴ ഇപ്പോഴും ചെറുതായി ചാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലാകെ പരക്കെ മഴയുടെ ഒരു ഭീതി പല മുന്നണികൾക്കും ഉണ്ട്. എങ്കിൽ പോലും വോട്ടർമാർ അതൊന്നും ഗവനിക്കാതെ പല ബൂത്തുകളിലും നീണ്ട ക്യൂ തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. പ്രായമായവരും യുവ വോട്ടർമാരും തന്നെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ. ആൽവിനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ ടൗൺ LP സ്കൂളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നേരിയ മഴയുണ്ടായിരുന്നു, ഇപ്പോഴും മഴ ശമിച്ചിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തെക്കൻ ജില്ലകളിലും വോട്ടെടുപ്പ് കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തും തന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ചില ബൂത്തുകളിൽ ചില യന്ത്ര തകരാറുകൾ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് വോട്ടെടുപ്പ് സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആദ്യ മണിക്കൂറുകളിലെ ഔദ്യോഗികമായ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. 5.5% ആദ്യ മണിക്കൂറുകളിൽ കേരളം രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം. അതിൽ 7.5% വടക്കൻ ജില്ലകളിലുണ്ട്. ഒരുപക്ഷെ വടക്കൻ ജില്ലകളിലാണ് ആദ്യ മണിക്കൂറുകളിൽ നല്ല പോളിംഗ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടങ്ങളിലും തന്നെ കനത്ത മഴയുണ്ടായാലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് സമ്മതിദായകർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. ഒരുപക്ഷെ വളരെ സുപ്രധാനമായ നിരവധി ഘടകങ്ങൾ നിർണായകമായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ പങ്കാളികളാകാൻ വേണ്ടി ഭൂരിപക്ഷം ജനങ്ങളും തയ്യാറാകുമെന്ന് തന്നെയാണ് ആദ്യ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2,60,00,000 സമ്മതിദായകരാണ് ഇത്തവണ വോട്ടെടുപ്പിൽ ഉള്ളത്. പ്രശ്ന
പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട്. പക്ഷേ ഒരിടത്തും തന്നെ അക്രമങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ദുഃഖകരമായ ഒരു വാർത്ത ഉണ്ടായിട്ടുള്ളത് പേരാമ്പ്രയിലാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വൃദ്ധൻ കുഴഞ്ഞു വീണ് മരിച്ചു. CKG ഗവൺമെന്റ് കോളേജിൽ വോട്ട് ചെയ്യാനെത്തിയ കുഞ്ഞബ്ദുള്ള ഹാജിയാണ് മരിച്ചത്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും എവിടെയും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കനത്ത മഴയുണ്ടാകും എന്ന പ്രവചനം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ നല്ല മഴ തെക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പിനെ അത് ബാധിക്കുന്നില്ല. മറ്റ് തരത്തിലുള്ള തകരാറുകളോ വോട്ടിംഗ് യന്ത്രങ്ങളിൽ കാര്യമായ തകരാറുകളോ വോട്ടെടുപ്പ് തടസ്സപ്പെടുന്ന സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. എല്ലാ പോളിംഗ് ബൂത്തുകളിലും തന്നെ സാമാന്യം നല്ല രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോരോ ജില്ലകളിൽ നിന്ന് അതാത് ജില്ലകളിൽ ഉള്ള മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം നമുക്ക് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ഇടങ്ങളിലും പോളിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. നമുക്ക് വളരെ പെട്ടെന്ന് മലപ്പുറം ജില്ലയിലേക്ക് പോകാം. മലപ്പുറത്തെ സെന്റ് ജമാസ് സ്കൂളിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനുണ്ട്. സാജിദ്, മലപ്പുറത്തെ സെന്റ് ജമാസ് സ്കൂളിന് മുന്നിലാണല്ലോ സാജിദ് അജ്മൽ താങ്കളുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പോളിംഗ് പുരോഗമിക്കുന്നത്? നല്ല രീതിയിൽ നല്ല ക്യൂ ഉണ്ടോ? ആളുകൾ നല്ല ക്യൂ ആണോ വോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളത്? ഏതൊക്കെ പ്രമുഖർ അവിടെ വോട്ട് രേഖപ്പെടുത്തി? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം നഗരത്തിലുള്ള സെന്റ് ജമാസ് സ്കൂളിലാണ്. ഈ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പൊതുവെ രാവിലെ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ആണുള്ളത്. ഇപ്പോൾ ഔദ്യോഗിക കണക്ക് പ്രകാരം മലപ്പുറം ജില്ലയിൽ 4% പേർ വോട്ട് ചെയ്തു കഴിഞ്ഞു. ഒരു 5 ഇടങ്ങളിൽ 5 ബൂത്തുകളിൽ യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം മണ്ഡലത്തിലെ പട്ടർക്കടവ് സ്കൂളിലും മൈലപ്പുറം സ്കൂളിലെയും ബൂത്തുകളിൽ യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്തു. ഇത് പരിഹരിച്ചു. എന്നാൽ നിലമ്പൂർ ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ GLP സ്കൂളിലെ 84-ാം ബൂത്തിൽ യന്ത്ര തകരാറുണ്ട്. ഇത് പരിശോധിച്ചു വരികയാണ്. എന്താണ് തകരാറെന്ന് പരിശോധിച്ചു വരികയാണ്. വേങ്ങര ഒതുക്കങ്ങല്ല 114-ാം ബൂത്തിലും യന്ത്ര തകരാറ് സംഭവിച്ചു. പുതിയ വോട്ടിംഗ് മെഷീൻ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ വഴിക്കടവ് വെള്ളക്കട്ട സ്കൂളിലെ 10-ാം നമ്പർ ബൂത്തിലും യന്ത്ര തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇതും പരിശോധിച്ചു വരികയാണ്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും ഹൈദരലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്തത് പാണക്കാട് CKM സ്കൂളിലാണ്. ഇവർ രണ്ടുപേരും വലിയ ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. UDF അധികാരത്തിൽ തിരിച്ചെത്തും, വൻഭൂരിപക്ഷത്തിൽ തിരിച്ചെത്തും എന്നാണ് പറഞ്ഞത്. മലപ്പുറം MSP സ്കൂളിലാണ് മന്ത്രി AP അനിൽകുമാർ വോട്ട് ചെയ്തത്. പനങ്ങാങ്ങര GLP സ്കൂളിൽ മന്ത്രി മഞ്ഞളാംകുഴി അലി വോട്ട് ചെയ്യും. അതുപോലെ തന്നെ പരപ്പനങ്ങാടി സ്കൂളിലാണ് അബ്ദുൾ റബ്ബിന്റെ വോട്ട്. എന്തായാലും കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലാണ് മലപ്പുറം ജില്ലയിലെ പോളിംഗ് പുരോഗമിക്കുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, ഹൈദരലി ശിഹാബ് തങ്ങൾ, മന്ത്രിമാരായ അനിൽകുമാർ, PK അബ്ദുൾ റബ്ബ്, മഞ്ഞളാംകുഴി അലി എന്നിവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചില യന്ത്ര തകരാറുകൾ വോട്ടെടുപ്പിന് നേരിയ തോതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് മലപ്പുറത്തു നിന്നുള്ള റിപ്പോർട്ടിലെ കാര്യമായ ഒരു പ്രധാനപ്പെട്ട സംഭവം. ഈ യന്ത്ര തകരാറുകൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ തകരാറ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട്. എന്നാൽ വലിയ തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിക്കാവുന്ന തരത്തിലുള്ള യന്ത്ര തകരാറുകളോ ഏതെങ്കിലും തരത്തിൽ വോട്ടെടുപ്പ് തടസ്സപ്പെടുകയോ ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഒരു ഇടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചെറിയ ചില തകരാറുകൾ ചില ബൂത്തുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ ആദ്യ മണിക്കൂറുകളിൽ വളരെ നല്ല പ്രതികരണമാണ് വോട്ടെടുപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ 1 മണിക്കൂറിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് 5.5% കേരളത്തിന്റെ പോളിംഗ്. വടക്കൻ ജില്ലകളിൽ അത് 7.5%. ഏത് തരത്തിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്, എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഇതിന്റെ ശതമാന കണക്കുകൾ വരുന്നു എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ കുറെ കൂടി വ്യക്തമാകും. എല്ലാ ജില്ലകളിൽ നിന്നും 140 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പിന്റെ സമഗ്രമായ ചിത്രം നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികൾ അതാത് ജില്ലകളിൽ അതാത് ബൂത്തുകളിലുണ്ട്. പ്രമുഖരായവരുടെ പ്രതികരണങ്ങൾ നോക്കാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കേരളം വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നതിന് ഈ ഘട്ടത്തിൽ എല്ലാതരം സമഗ്രമായ വിവരങ്ങളുമായി മടങ്ങിയെത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം